ഹലോ നമസ്കാരം. ടീച്ച് ടു കോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇനി കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേഡ്പ്രസ് ട്യൂട്ടോറിയലാണ്. അതായത് വേഡ്പ്രസ് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ തൊട്ട് അവസാനം നിങ്ങൾക്ക് തന്നെ സ്വന്തമായ ഒരു വെബ്സൈറ്റ് വേഡ്പ്രസിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നവരെയാണ് നമ്മൾ ഈ ട്രെയിനിങ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ബേസിക് ആയിട്ട് എങ്ങനെ വേഡ്പ്രസ് ഡൗൺലോഡ് ചെയ്യാം, പിന്നെ അതിനുശേഷം എങ്ങനെ വേഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് വേഡ്പ്രസ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വേഡ്പ്രസിനെ അതിനെക്കുറിച്ച് മുമ്പേ പറയുകയാണെങ്കിൽ എന്താണ് വേഡ്പ്രസ്? വേഡ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അതായത് PHPയിൽ നിർമ്മിതമായ ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന്. അപ്പോൾ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസേഴ്സിന് തന്നെ അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും മെയിൻ ആയിട്ട് അതിന് ഡേറ്റാബേസ് കാണും. അപ്പോൾ അതിലൂടെ ആർക്ക് വേണമെങ്കിലും അത് എഡിറ്റ് ചെയ്യാനും പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അതിന് തന്നെ ഒരു കൺട്രോൾ പാനൽ ഉണ്ട്. അത് വെച്ച് നമുക്ക് പിന്നെ അതിന് തന്നെ ഒരു എഡിറ്റർ ഉണ്ട്. നമുക്കത് വെച്ചിട്ട് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്ന് വേഡ്പ്രസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന, അതായത് വേഡ്പ്രസ് ഉപയോഗിച്ചിട്ടാണ് വെബ്സൈറ്റുകൾ മാക്സിമം ആൾക്കാർ ഉണ്ടാക്കുന്നത്. ഇപ്പം വെളിയിലുള്ള ക്ലയൻസ് ആണെങ്കിലും മാക്സിമം ആവശ്യപ്പെടുന്ന വേഡ്പ്രസ് സൈറ്റുകളാണ്. കാരണം അത് അവർക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്, ആർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ബേസിക് സ്റ്റെപ്സ് പറഞ്ഞുതരാം. ബാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായ പ്രാക്ടീസിലൂടെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത് കൂടുതൽ അതായത് ഫങ്ഷനാലിറ്റീസിന് വേണ്ടി നിങ്ങൾ സ്വന്തമായി എന്താണ് കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഞാനത് പഠിപ്പിച്ചു തരുന്നതാണ്. ഫസ്റ്റ് നമുക്കിത് എങ്ങനെ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്തു, മാക്സിമൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ വേഡ്പ്രസ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം വേഡ്പ്രസ് ഡൗൺലോഡ് വേഡ്പ്രസ്. ഓക്കെ, ഇനി ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ഡൗൺലോഡ് വേഡ്പ്രസ് 3.9. ഓക്കെ, ഇത് തമിഴിലും ലഭ്യമാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ മലയാളം ആയതുകൊണ്ട് മലയാളത്തിലില്ല, പകരം നമ്മൾ ഇംഗ്ലീഷിലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഡൗൺലോഡ് വേഡ്പ്രസ് 3.9. ഇപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് വേർഷൻ. ഓക്കെ, അപ്പം ഞാനത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ തന്നെ ഇവിടെ വേഡ്പ്രസ് ഡൗൺലോഡ് സ്റ്റാർട്ടിങ് ആരംഭിച്ചു. അപ്പം മൊത്തം ഇത് 6 MB വരും. ഇത് ഫസ്റ്റ് വേഡ്പ്രസ് ആയിരുന്നപ്പോൾ 1 MB ഇത്ര ഏതാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. 2004 നിർമ്മിതമായത് ഈ വേഡ്പ്രസ് എന്ന് പറഞ്ഞ ഈ എന്താണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇത് ആക്ച്വലി PHPയിൽ നിർമ്മിതമാണ്. ഓക്കെ, എല്ലാത്തിലും CMS ഉണ്ട്. വേഡ്പ്രസിന് PHPക്ക് മാത്രമല്ല .NETലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് ഇപ്പം CMS എന്ന് പറഞ്ഞാൽ പലതരം ഉണ്ട്. ഇതിപ്പം വേഡ്പ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് കൂടാതെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് PHPയിൽ നിർമ്മിതമായ, അതായത് മഗൻഡോ, പ്രസ്റ്റാഷോപ്പ്, ഓക്കെ, അതൊക്കെ ഫ്രീ ആണ്. പിന്നെ അതുകൂടാതെ ഈ CMSകളായിട്ടുള്ള ജൂംലയൊക്കെ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് ഫാഷൻ ആയി തോന്നുന്നു. കാരണം ഫസ്റ്റ് ഇനീഷ്യലായിട്ട് CMS ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ് ജൂംല. ഇപ്പോൾ ജൂംലയൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വേഡ്പ്രസ് ആണ്. ജൂംല, വേഡ്പ്രസ്, പ്രസ്റ്റാഷോപ്പ്, മഗൻഡോ, ദ്രുബലൊക്കെ ആണെങ്കിൽ ഹൈ എന്ന് വെച്ചാൽ മെയിൻ സ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റത്തിന് ഗവൺമെന്റ് അങ്ങനത്തെ സിസ്റ്റത്തിനൊക്കെ നമുക്ക് ദ്രുബൽ ഉപയോഗിക്കാവുന്നതാണ്. ഓരോന്നിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയും ഏറ്റവും കൂടുതൽ സപ്പോർട്ടും തീംസും പ്ലഗിൻസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേഡ്പ്രസിനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വേഡ്പ്രസിന്റെ ആക്റ്റീവ് കമ്മ്യൂണിറ്റി, അതായത് ഇഷ്ടം പോലെ ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ വേഡ്പ്രസിന്റെ സൈറ്റിൽ വന്ന് അവരുടെ കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 മിനിറ്റ്സ് ഉണ്ട്. എൻ്റെ നെറ്റ് വളരെ സ്ലോ ആണ്, അതാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ വേഡ്പ്രസ് ഡൗൺലോഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ വേഡ്പ്രസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഷോ ഇൻ ഫോൾഡർ കൊടുത്തു. ഓക്കെ, നമ്മളിവിടെയാണ് വേഡ്പ്രസ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ വേഡ്പ്രസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഓക്കെ, ഞാൻ എൻ്റെ സ്റ്റഫ്സിൽ പോയി ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വേഡ്പ്രസ് എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തു. അന്നേരം വേഡ്പ്രസ് എക്സ്ട്രാക്ട് ആയി. ഞാൻ എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്കപ്പ് വെക്കാം. പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കി മൊത്തം എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 16 MB വരും.
ഓക്കെ, അപ്പോൾ വേഡ്പ്രസ് ചുമ്മാ നമുക്ക് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് PHP വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ഡേറ്റാബേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡേറ്റാബേസ് എല്ലാം റൺ ആവണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു സെർവർ വേണം, ലോക്കൽ സെർവർ വേണം. ഇപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഈ വേഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷനായിട്ട് എൻ്റെ cPanel തന്നെ വേഡ്പ്രസ് വരും, നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വേഡ്പ്രസ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഇതുപോലെ ചെയ്തിട്ട് നേരെ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ നമ്മൾ ലോക്കൽ ഹോസ്റ്റിൽ കാണിക്കുന്നുണ്ട്, ഞാനിവിടെ വാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ലോക്കൽ ഹോസ്റ്റ് സെർവറാണ്. വാമിൻ്റെ അകത്ത് തന്നെ ഇത് വിൻഡോസിനുള്ളതാണ്. വാം സ്റ്റാൻഡ്സ് ഫോർ വിൻഡോസ്, അപ്പാച്ചെ, MySQL, PHP. അപ്പം ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം കൂടെ വൺ ബാക്കാണ്. നിങ്ങൾക്ക് വാമിൻ്റെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് വേഡ്പ്രസ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വാം ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള PHP എസെൻഷ്യൽ എന്ന ഒരു ട്യൂട്ടോറിയൽ സീരീസിന് ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് വാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനോ നോക്കി ഞാൻ അതിനൊക്കെ ട്യൂട്ടോറിയൽ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഇതെങ്ങനെയാണ് വാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഈ വേഡ്പ്രസ് എന്ന് പറഞ്ഞ സാധനം കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ മൈ കമ്പ്യൂട്ടർ എടുത്തിട്ട് C പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. എപ്പോഴും വാമിൻ്റെ റൂട്ട് ഫോൾഡറിലായിരിക്കും, അതായത് സിയിൽ വാമ്പ് www ഇതിൻ്റെ അകത്താണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ പേസ്റ്റ് കൊടുത്തു, പേസ്റ്റായി വേഡ്പ്രസ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിന് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ IP കൊടുത്തു. ഞാൻ ഈ IPയുടെ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ 127.0.0.1 എന്ന് കൊടുക്കുകയോ, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുകയോ ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഈ IP കൊടുക്കാം. ലോക്കൽ ഹോസ്റ്റ് ഞാൻ ചിലപ്പോൾ എനിക്ക് ഇവിടെ വർക്ക് ആവുന്നില്ല, എന്തോ ഹോസ്റ്റിൻ്റെ എന്തോ ഇതാണ്. ഞാൻ ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് കൊടുത്താൽ എനിക്കത് വർക്ക് ആവില്ല, ഫോർവേഡ് കാണിക്കും. പക്ഷേ ഞാൻ 127 IP കൊടുക്കുകയാണെങ്കിൽ വർക്ക് ആവും. ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം ആ ട്യൂട്ടോറിയൽ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ചിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഒരു പാത്ത് കൊടുക്കുക. പാത്ത് കൊടുത്തിട്ട് എവിടെയാണ്? വേഡ്പ്രസ് എന്ന ഫോൾഡറാണ്. ഈ റൂട്ടാണ് ഇത്ര നമ്മൾ ഈ IP ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്? വേഡ്പ്രസ് എന്ന് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വേഡ്പ്രസിൻ്റെ ഒരു ഇത് വരുന്നതാണ്, ക്രിയേറ്റ് എ കോൺഫിഗറേഷൻ ഫയൽ. നിങ്ങൾക്ക് ഇവിടെ കോൺഫിഗറേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് എ കോൺഫിഗറേഷൻ ഫയൽ ക്ലിക്ക് ചെയ്തു, ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ഈ വേഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് ഒരു ഡേറ്റാബേസ് അത്യാവശ്യമാണ്. ഫസ്റ്റ് നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം വാമ്പ്. ഓക്കെ, ഞാൻ ഈ വാമ്പ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുത്തു? PHP നമ്മൾ MySQL വെച്ചിട്ട് എന്താണ് PHP MyAdmin പോകണം. ഓക്കെ, PHP ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഒന്നുപോലെ PHP MyAdmin അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് PHP MyAdmin ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ ലോക്കൽ ഹോസ്റ്റ് ആണ് എടുക്കുന്നത്. ഞാനിവിടെ 127.0.0.1 കൊടുത്തു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് PHP MyAdmin വന്നു. ഓക്കെ, ഇനി ഞാനിവിടെ എനിക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡേറ്റാബേസ് കൊടുത്തു. ഓക്കെ, ഡേറ്റാബേസ് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡേറ്റാബേസ് എന്ന് പറഞ്ഞ ഈ ടാബിൽ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ഡേറ്റാബേസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. അപ്പം ഞാനൊരു എന്താണ് കൊടുക്കുന്നത്? വേഡ്പ്രസ് എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ക്രിയേറ്റ് കൊടുത്തു. അത് ക്രിയേറ്റ് ആയി, ഒരു ശരി വന്നു. ഓക്കെ, ഇത് ഇവിടെ കാണാം നമുക്ക് വേഡ്പ്രസ്, നമ്മുടെ ഡേറ്റാബേസ് ഇതാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിലോട്ട് പോയി, എന്നിട്ട് ലെറ്റ്സ് ഗോ കൊടുത്തു. ഡേറ്റാബേസ് നെയിം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാബേസിൻ്റെ നെയിം എന്താണ്? വേഡ്പ്രസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാബേസിൻ്റെ നെയിം. അപ്പോൾ നമുക്കത് മാറ്റാൻ ആവശ്യമില്ല. നിങ്ങൾ എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നത് ആ പേര് ഇവിടെ കൊടുക്കണം. യൂസർ നെയിം എപ്പോഴും വാമ്പിൻ്റെ യൂസർ നെയിം എന്തായിരിക്കും? റൂട്ട് ആയിരിക്കും. പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത ഡീഫോൾട്ട് ആയിട്ട് പാസ്വേഡ് ഒന്നും കാണില്ല. അപ്പോൾ പാസ്വേഡ് നമ്മൾ കിടക്കലിൽ ഡിലീറ്റ് ചെയ്യണം, നല്ലായി കാണും. ബാക്കി എല്ലാം സെയിം ആണ്, ലോക്കൽ ഹോസ്റ്റ് ആണ്, പ്രിഫിക്സ് WP ആണ്. ഓക്കെ, ബാക്കി ഒരു ചേഞ്ചസും ഇല്ല. നിങ്ങൾ പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. യൂസർ നെയിം എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് റൂട്ട് ആയിരിക്കും. ഡേറ്റാബേസ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഡേറ്റാബേസ് നെയിം കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം റൺ ദ ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, വേഡ്പ്രസ് ഇൻസ്റ്റാൾ ആയി സൈറ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റിലായിട്ട്
സാമ്പിൾ കൊടുത്തു. യൂസർ നെയിം നിങ്ങൾക്ക് എന്താണ്, അതായത് ഇത് വേഡ്പ്രസിന്റെ ക്രെഡൻഷ്യൽസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക. ഞാൻ അഡ്മിൻ കൊടുത്തു. പാസ്വേഡ് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ. ഇമെയിൽ, നിങ്ങൾക്ക് ഇത് ഇമെയിൽ മസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമെയിൽ കൊടുക്കാം. ഓക്കെ. ഞാൻ ചുമ്മാ നിങ്ങൾക്ക് വേഡ്പ്രസ് ഓൺലൈനായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അലോ സെർച്ച് എഞ്ചിൻസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇത് അൺടിക്ക് ചെയ്തു, ഇൻസ്റ്റാൾ വേഡ്പ്രസ് കൊടുത്തു. വേഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേറ്റാബേസിലോട്ടാണ് ഇത് ഇൻസ്റ്റാൾ ആവും. നമുക്ക് ഇപ്പോൾ ഇനി വേഡ്പ്രസിന്റെ ഈ ഡേറ്റാബേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ടേബിൾസും കാര്യങ്ങളെല്ലാം ഡീഫോൾട്ട് ആയിട്ട് വരും. നമുക്ക് ഇനി 1 2 3 4 5 6 7 8 9 10 11 ഡീഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന ടേബിള്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും വാല്യൂസും കാര്യങ്ങളൊക്കെ സേവ് ആവുന്നത്. ഇനി നമുക്ക് ലോഗിൻ കൊടുക്കാം. നമ്മളെന്താണ് യൂസർ നെയിം കൊടുത്ത അഡ്മിൻ ആണ്. അപ്പോൾ അഡ്മിൻ കൊടുത്തു. ഞാൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ എന്താണ് പാസ്വേഡ് കൊടുത്തിരിക്കുന്നത് ആ പാസ്വേഡ് എൻ്റെ അടിച്ചു. കണ്ടോ, ഇതാണ് വേഡ്പ്രസിന്റെ ഡാഷ്ബോർഡ്. അപ്പം നമ്മൾ വേഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഇനിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബാക്കി നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്ന, സൈറ്റ് ഉണ്ടാക്കുന്നതും തീംസ് എല്ലാം ഈ ഡാഷ്ബോർഡിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ കൺട്രോൾ പാനൽ. ഓക്കെ. അപ്പം ഇത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. ഓക്കെ. അപ്പം ഇത്രയാണ് വേഡ്പ്രസ് ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി അടുത്ത ട്യൂട്ടോറിയൽ കാണാം. ബൈ.